ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. Good morning students, welcome to Shafi's Teacher Educator. Today we are going to deal with rheumatic fever. It's a very important topic for all medical students. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് റൊമാറ്റിക് ഫീവറും അല്ലെങ്കിൽ അത് കാരണമുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. So what is rheumatic fever? It is otherwise known as acute rheumatic fever. Okay, it's a disease that can affect the heart, joints, brain and skin. Okay, so ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഡിസീസാണ് റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് അക്യൂട്ട് റൊമാറ്റിക് ഫീവർ എന്നും അറിയപ്പെടാറുണ്ട്. Okay, then the disease typically develops 2 to 4 weeks after streptococcal throat infection. So നമ്മൾ പഠിച്ചിട്ടുണ്ട് strep throat എന്ന് പറയുന്ന പ്രോബ്ലം. Okay, it is caused by group A Streptococcus bacteria. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ സോർ ത്രോട്ട് അല്ലെങ്കിൽ സ്കാർലറ്റ് ഫീവർ. ഓക്കെ, സ്ട്രെപ് ത്രോട്ടിന് മറ്റൊരു പേരാണ് നമ്മൾ എന്തെന്ന് പറയാ, സോർ ത്രോട്ട് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രോബ്ലം നമ്മുടെ ബോഡിയിലൊക്കെ ബ്രൈറ്റ് റെഡ് റാഷ് ഒക്കെ ഫോം ചെയ്തിട്ട് വരുന്ന മറ്റൊരു പ്രോബ്ലമാണ് സ്കാർലറ്റ് ഫീവർ. ഈ സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നതും ഏതുകൊണ്ടാണ് വരുന്നതെന്ന് അറിയോ? ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെപ് ത്രോട്ടും സ്കാർലറ്റ് ഫീവറും വന്നു കഴിഞ്ഞാൽ 2 to 4 വീക്സ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു ഡിസീസാണ് റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, ദെൻ ഓൾദോ നോട്ട് ഓൾ കേസസ് ഓഫ് സ്ട്രെപ് ത്രോട്ട് result in rheumatic fever, this serious complication may be prevented with doctor's diagnosis and treatment of strep throat. അപ്പോൾ എല്ലാ കേസസിലും വരണമെന്നില്ല കേട്ടോ. സ്ട്രെപ് ത്രോട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്കാർലറ്റ് ഫീവറും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റൊമാറ്റിക് ഫീവർ വരണമെന്നില്ല. ഇറ്റ്സ് ഇൻ സർട്ടൻ കണ്ടീഷൻ. ഓക്കെ, റൊമാറ്റിക് ഫീവർ ഈസ് തോട്ട് ടു ബി കോസ്ഡ് ബൈ ആൻ റെസ്പോൺസ് ഓഫ് ബോഡി ഡിഫൻസ് സിസ്റ്റം, ദ ഇമ്മ്യൂൺ സിസ്റ്റം, എ ജനറലൈസ്ഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ശരിക്കും പറഞ്ഞാൽ റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് ബോഡിയുടെ ഒരു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഫോം ചെയ്യുന്ന ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. സോ ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷനും സ്കാർലറ്റ് ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്കറിയാം ഏതൊരു ഡിസീസ് വന്നാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യും അല്ലേ. സോ ഇനി അത് ഫർദർ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. ഏത്? സോ വാട്ട് ഈസ് റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ജനറലൈസ്ഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്ന അക്യൂട്ട് റൊമാറ്റിക് ഫീവർ എന്ന് മറ്റൊരു പേരുണ്ട്. ഇറ്റ്സ് എ ഡിസീസ് ദാറ്റ് ക്യാൻ അഫക്ട് ദ എവിടെയൊക്കെയാണ്, ഹാർട്ട്, ജോയിന്റ്സ്, ബ്രെയിൻ ആൻഡ് സ്കിൻ. സോ ഇറ്റ് ക്യാൻ ബി കോസ്ഡ് due to the after effects of two disease. What are they? Streptococcal throat infection. It is otherwise known as strep throat എന്ന് നമുക്ക് പറയാം. ആൻഡ് സ്കാർലറ്റ് ഫീവർ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. സ്കാർലറ്റ് ഫീവർ കൊണ്ടും അത് വരാം. Then a wide variety of symptoms are associated with rheumatic fever. A person with the illness could experience a few, some or most of the following symptoms. എന്തൊക്കെ നമ്മൾ പറയും കേട്ടോ. Symptoms usually appear 2 to 4 weeks after your child has a strep infection. അപ്പോൾ ഈ സ്ട്രെപ് ത്രോട്ട് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം വരുന്ന ഒരു പ്രോബ്ലം ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ സിംറ്റംസ് ആൻഡ് എ വൈഡ് വെറൈറ്റി ഓഫ് സിംറ്റംസ് ആർ അസോസിയേറ്റഡ് വിത്ത് റൊമാറ്റിക് ഫീവർ. ഒരുപാട് ടൈപ്സ് ഓഫ് സിംറ്റംസ് വി ക്യാൻ സീ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇഫ് യു ഹാവ് എ സോർ ത്രോട്ട് അലോങ് വിത്ത് എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്, കൺസൾട്ട് യുവർ ഡോക്ടർ. അപ്പോൾ നമ്മൾ സിംറ്റംസ് പറയാണ്, ഉറപ്പായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഇഫ് യു ഹാവ് എനി വൺ ഓഫ് ദ സിംറ്റംസ്, please consult your doctor immediately. Okay, so what are the symptoms? Tender and swollen lymph nodes. Okay, red rash, difficulty swallowing, thick bloody discharge from nose. Then what about the temperature of 101 degree Fahrenheit, that is 38.3 degrees Celsius or above? It's very important. Temperature of 101 degree Fahrenheit or 38.3 degrees Celsius. So ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, it's above 37 degrees Celsius, our normal temperature. Okay, then tonsils that are red and swollen. So tonsils എന്തായി മാറും, red and swollen ആയിട്ട് മാറും. Then tonsils with white patches or pus. Then small
red spots on the roof of the mouth, then headache, nausea, vomiting. So that's the normal options അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള സിംറ്റംസ്. ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വി നീഡ് ടു കൺസൾട്ട് അവർ ഡോക്ടർ. ഓക്കെ, സോ ദീസ് ആർ ദ ജനറൽ സിംറ്റംസ്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് അതും കൂടെ ചേർത്തിട്ട് ഒരുപാട് സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. വെറൈറ്റി ഓഫ് സിംറ്റംസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചെറുതും വലുതുമായിട്ടുള്ള സിംറ്റംസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. ഇതാണ് നമുക്ക് എക്സാമിന് മെയിൻ ആയിട്ട് വേണ്ടത്. സ്മോൾ പെയിൻലെസ് നോഡ്യൂൾസ് അണ്ടർ ദ സ്കിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർട്ടിനെയും ജോയിന്റിനെയും സ്കിന്നിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് റുമാറ്റിക് ഫീവർ എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് എന്താണ് സ്ലൈഡിൽ തന്നെ നമ്മൾ അത് പറഞ്ഞ കാര്യമാണ്. Then next one is chest pain. Okay, then rapid fluttering or pounding chest palpitations, then lethargy or fatigue, nosebleeds, stomach pain, then painful or sore joints in the wrist, elbows, knees and ankles. Okay, then pain in one joint that moves to another joint. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല because it's already revealed, the meaning is already there. Then red hot swollen joints, shortness of breath, then fever, sweating, vomiting, then a flat slightly raised rash, then jerky uncontrollable movements of the hands, feet and face. Okay, then a decrease in attention span, outburst of crying or inappropriate laughter. So you can see ഇവിടെ ചിലതൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആൻഡ് ചിലതൊക്കെ എന്താണ് അത്ര സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ല. വി ക്യാൻ സീ സം ഓഫ് ദ സിംറ്റംസ് അലോങ് വിത്ത് അതർ ഡിസീസസ് അല്ലെ. മറ്റ് ഡിസീസിന്റെ കൂടെ കാണാൻ കഴിയുന്ന ചില സിംറ്റംസ് കാണാറുണ്ട്. ദാറ്റ്സ് ഓൺലി റീസൺ വി ആർ നോട്ട് കൺസൾട്ടിങ് എ ഡോക്ടർ. കാരണം നമ്മൾ വിചാരിക്കും ഇത് വലിയ പ്രോബ്ലം ഒന്നും അല്ല എന്ന് വിചാരിക്കും. ബട്ട് ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ഒരു 2 to 3 ഡേയ്സ് മുമ്പോട്ട് നിൽക്കുകയാണെങ്കിൽ ഓക്കെ അതുപോലെ തന്നെ റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഡോക്ടറിനെ കാണണം. ഓക്കെ, ദെൻ ഇഫ് യുവർ ചൈൽഡ് ഹാസ് എ ഫീവർ ദേ മൈറ്റ് റിക്വയർ ഇമ്മീഡിയറ്റ് കെയർ. ഈ സ്ട്രെപ് ത്രോട്ട് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്ന ഇൻഫെക്ഷനൊക്കെ ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത് ചൈൽഡിലാണ് അല്ലെങ്കിൽ എന്താണ് ചിൽഡ്രനിലാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. സീക്ക് ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ ഫോർ യുവർ ചൈൽഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. എങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കൊടുക്കണമെന്ന് നോക്കിക്കേ. ഫോർ ന്യൂ ബോൺ ടു 6 week old infants. ഓക്കെ, എന്താണ് ന്യൂ ബോൺ മുതൽ 6 ആഴ്ച വരെ പ്രായമുള്ള കുട്ടികളിൽ എന്ത് കാണുകയാണെങ്കിൽ മെഡിക്കൽ കെയർ കൊടുക്കണം? more than 100 degree Fahrenheit. That means 37.8 degrees Celsius ടെമ്പറേച്ചറിന് മുകളിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ 37 ഡിഗ്രി സെൽഷ്യസ് മാറുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. ഫോർ ഇൻ ദ കണ്ടീഷൻ ഓഫ് ന്യൂ ബോൺസ് ആൻഡ് 6 week old infants. ഓക്കെ, ദെൻ ഫോർ ബേബീസ് 6 weeks to 6 months old. സെക്കൻഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി 6 ആഴ്ച മുതൽ 6 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ a 101 degree Fahrenheit, that is 38.3 degree Celsius or higher temperature കാണുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നോക്കണം. ഈ ടെമ്പറേച്ചർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. 6 week old ഇൻഫാൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 100 degree Fahrenheit is enough അല്ലെ. 37.8 degree Celsiusന്റെ മോഡലിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബേബി 6 weeks to 6 months old എത്ര പറഞ്ഞേക്കുന്നത്? 101 degree Fahrenheit, that is 38.3 degree Celsius or higher temperature. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഫോർ എ ചൈൽഡ് ഓഫ് എനി ഏജ്, ഏത് പ്രായക്കാരെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, a fever that lasts more than 3 days. It's very important, very important. 3 days, 2 to 3 days കൂടുതൽ 48 മണിക്കൂർ 48 hours മുകളിലേക്ക് ഫീവർ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് യു നീഡ് ടു കൺസൾട്ട് യുവർ ഡോക്ടർ വിത്ത് യുവർ ചൈൽഡ്. ഓക്കെ, അപ്പോൾ അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് എന്താണ് കുഞ്ഞുങ്ങളിൽ ഈ ഒരു സിറ്റുവേഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണണമെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് diagnosis. It's very important for exam. Look for a rash or skin nodules. അപ്പോൾ എന്താണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയാലും ഡെഫിനറ്റ് ആയിട്ടും അവർ നോക്കുന്ന ഒരു കാര്യമാണ് റാഷ് ഓർ സ്കിൻ നൊഡ്യൂൾസ് ഉണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്കിന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസും കൂടെയാണ് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ്
listen to their heart to check for abnormalities. അപ്പോൾ ഹാർട്ടിനെയും അഫക്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹാർട്ടിൽ അത് എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. Then perform movement test. എന്താണ് movement test to determine the nervous system dysfunction. അപ്പോൾ മൂവ്മെന്റ് ടെസ്റ്റുകൾ നമ്മൾ നോക്കണം എന്താ nervous system dysfunction ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. So it will leads to the abnormal conditions, some of the abnormal conditions that affect the movement. Okay, then examine the joints for inflammation. നമ്മൾ നേരത്തെ പറഞ്ഞു ബോൺസിനെയൊക്കെ അല്ലെങ്കിൽ ജോയിൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Then test their throat and sometimes blood for evidence of which bacteria? bacteria, Streptococcus bacteria, group A Streptococcus bacteria. അങ്ങനെ തന്നെ പഠിച്ചു പോയിക്കോണം കേട്ടോ. ഗ്രൂപ്പ് എ Streptococcus bacteria ആണ് ഏത് കോസ് ചെയ്യുന്നത്? റുമാറ്റിക് ഫീവറിന് കാരണമാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രെപ് ത്രോട്ടും സ്കാർലറ്റ് ഫീവറും കോസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് ഏത് വരുന്നത്? റുമാറ്റിക് ഫീവർ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇതൊക്കെ ജനറൽ കണ്ടീഷനിൽ നോക്കുന്ന എന്താണ് ഡയഗ്നോസിസ് മെത്തേഡാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം നോക്കും. ഇ സി ജി ഓർ ഇ കെ ജി യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. മെഷേഴ്സ് ദ ഇലക്ട്രിക് വേവ്സ് ഓഫ് ദ ഹാർട്ട്. അത് നമുക്ക് നോക്കാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എക്കോ കാർഡിയോഗ്രാം. സോ ദീസ് ആർ ദ തിങ്സ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ്. ഏതൊക്കെയാണ്? റാഷ് ഓർ സ്കിൻ നോഡ്യൂൾസ് ഉണ്ടോ നോക്കും. ലിസൺ ടു ദ ഹാർട്ട് ടു ചെക്ക് ഫോർ അബ്നോർമാലിറ്റീസ്. മൂവ്മെന്റ് ടെസ്റ്റുകൾ നോക്കാറുണ്ട്. Then എന്താണ്? examine their joints for inflammation. Then test their throat and sometimes blood for evidence of strep bacteria. Then electrocardiogram and echocardiogram. Then next we are coming to treatment. Treatment will involve getting rid of all of the residual group A strep bacteria and treating and controlling the symptoms. This can include of the following. So some of the methods of treatments. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് ആന്റിബയോട്ടിക്സ്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമായിട്ട് വരുന്ന ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ ഗോ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് സ്ട്രെപ്റ്റ് എ ദറ്റ് ഈസ് ബാക്ടീരിയ അല്ലെ ഗ്രൂപ്പ് എ സ്ട്രെപ്പ് ബാക്ടീരിയ നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. സോ നമുക്കറിയാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ കൊടുക്കുന്ന ഒരു treatment method ആണ് antibiotics എന്ന് പറയുന്നത്. Your child's doctor will prescribe antibiotics and might prescribe a long-term treatment to prevent it from occurring again. എന്താ ചെയ്യുന്ന ആന്റിബയോട്ടിക്സിനകത്ത്? Your child's doctor will prescribe antibiotics and might prescribe a long-term treatment to prevent it from occurring again. അപ്പോൾ ആന്റിബയോട്ടിക്സ് എടുക്കുന്നത് കൊണ്ട് നല്ലതാണ്. ലോങ് ടേം ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ബിക്കോസ് ഇനിയും അത് ഒക്കോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ലോങ് ടേം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്നാലും ഇൻ സർട്ടൻ കേസസ് വി നീഡ് ടു ഗോ ഫോർ ദ ലോങ് ടേം ട്രീറ്റ്മെന്റ്. ഇൻ റെയർ കേസസ് യുവർ ചൈൽഡ് മേ റിസീവ് ലൈഫ് ലോങ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്. ചില കേസസിൽ ഇത് ഭയങ്കര പ്രോബ്ലം ഉള്ള ഒരു കാര്യമാണ്. എന്താ നമുക്ക് ചിലപ്പോൾ ലൈഫ് ലോങ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. ഇൻ റെയർ കേസസ് യുവർ ചൈൽഡ് മേ റിസീവ് ലൈഫ് ലോങ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്. ഓക്കെ. The next one is anti-inflammatory treatment. Anti-inflammatory treatment include pain medications that are also anti-inflammatory, such as ഏതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ആസ്പിരിൻ ആൻഡ് നാപ്രോക്സിൻ. ഇതൊക്കെയാണ് നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം, ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം. സോ ഇറ്റ് ലീഡ്സ് ടു ഡിഫിക്കൽട്ടി ഇൻ മൂവ്മെന്റ്. ഓക്കെ. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ആയിട്ടുള്ള ആസ്പിരിൻ ആയിരിക്കാം. ദാറ്റ്സ് ബൈ ബെയർ, ദാറ്റ്സ് അക്കമ്പനീഡ് ബൈ ബെയർ. ആൻഡ് നാപ്രോക്സിൻ, അലീവ് ഓർ നാപ്രോസിൻ കമ്പനീസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റ് മെഡിക്കേഷൻസ് നമുക്ക് പറയാം അല്ലെ, ആസ്പിരിനും നാപ്രോക്സിനൊക്കെ. ഡോക്ടർ മേ ഓൾസോ പ്രിസ്ക്രൈബ് എ കോർട്ടിക്കോസ്റ്റെറോയിഡ് ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻ. സോ വി നോ ദാറ്റ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മ്യൂൺ സപ്രസീവ് ഏജൻസ് ആണ് അല്ലെ. ഈ ഇൻഫ്ലമേഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആണ്. അപ്പോൾ അതിനെ സപ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചില ടൈമിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് പോലെയുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ anti-convulsant medications. എന്താണ് anti-convulsant medications? That's you familiar with that. Your child's doctor might prescribe an anti-convulsant എപ്പോഴാണ്?
if involuntary movements become too severe. അപ്പോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിന് വോളണ്ടറി അല്ല ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പറ്റാതെ വരുന്ന കണ്ടീഷൻസ് ബിക്കം ടു സിവിയർ ആണെന്നുണ്ടെങ്കിൽ സോ ഇറ്റ് വിൽ ലീഡ്സ് ടു പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ ആ സമയത്താണ് ആൻറ്റി കൺവോൾസൻസ് ഏജൻറ്റുകൾ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബെഡ് റെസ്റ്റ്. Your child's doctor will also recommend bed rest and restricted activities until the major symptoms എന്തൊക്കെയാണ് such as pain and inflammation have passed. Then strict bed rest will be recommended for a few weeks to few months if the fever has caused heart problems. അപ്പോൾ ഹാർട്ട് പ്രോബ്ലംസിലേക്ക് പോവുകയാണ്, നമ്മളിനി പഠിക്കും റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് പഠിക്കും. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ബെഡ് റെസ്റ്റ് തന്നെയാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. Then what are the risk factors? Family history. Certain genes make you more likely to develop rheumatic fever. അപ്പോൾ ഹെറിഡിറ്ററി പോലെ വരുന്ന കേസസ് ഉണ്ട്. certain gene conditions അല്ലെങ്കിൽ ജീൻസിൻ്റെ malfunctioning കാരണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. So family history, that's one of the risk factor. Then so second one is type of strep bacteria present. So that's based on the type of strep bacteria. Certain strains are more likely than others to lead to rheumatic fever. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ചില കണ്ടീഷൻസിൽ മാത്രം, that is depends upon the type of strep bacteria present. So next one is environmental factors present in developing countries such as overcrowding. അപ്പോൾ ഇതൊക്കെ കാരണമാകാൻ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. That is mainly overcrowding. നമ്മളിപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഡോക്ടർ പറയാറുണ്ട് ഓവർ ക്രൗഡിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് പറയാറുണ്ട്. Then prevention. എന്തൊക്കെയാണ് പ്രിവെൻഷൻ മെത്തേഡ്? Proper hygiene method we need to practice. Okay, prevent the strep throat infection. എന്തൊക്കെയാണ്? Cover your mouth when coughing or sneezing. Then wash your hands. Avoid contact with people who are sick. Then avoid sharing personal items with people who are sick. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കണ്ടീഷൻസ് തന്നെയാണ്, നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റും. Then complications associated with rheumatic fever. എന്തൊക്കെയാണ് other complications that can be caused after rheumatic fever or associated with rheumatic fever? Rheumatic fever can cause long-term complication in certain situations. One of the most prevalent complications is rheumatic heart disease. ഞാൻ പറഞ്ഞു ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്നെയാണ് rheumatic heart disease ആണ്. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. Then other heart conditions include aortic valve stenosis. എന്താണ് കണ്ടീഷൻ? This is a narrowing of the aortic valve in the heart. ഓക്കെ, അത് ഒരു കണ്ടീഷനാണ്. Then aortic regurgitation. This is a leak in the aortic valve that causes blood to flow in the wrong direction. ഓക്കെ, ഇതൊരു മറ്റൊരു പ്രോബ്ലമാണ് അയോട്ടിക് regurgitation എന്ന് പറയുന്നത് ലീക്കാണ് അല്ലെ, ലീക്ക് ഇൻ ദ അയോട്ടിക് വാൽവ്. ഇതൊക്കെ റൊമാറ്റിക് ഫീവർ കൊണ്ട് വരാനുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. The next one is heart muscle damage. This is inflammation that can weaken the heart muscle and decrease the heart's ability to pump blood effectively. So that is heart muscle damage. Then atrial fibrillation. This is an irregular heartbeat in the upper chambers of the heart. എന്താണ് ഇത് പറയുന്നത്? This is an irregular heartbeat in the upper chambers of the heart. Next one is heart failure. This occurs when the heart can no longer pump blood to all parts of the body. Then if left untreated, rheumatic fever can lead to stroke, permanent damage to your heart and even death. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രീറ്റ് ചെയ്യാതിരുന്നാലുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ എൻഡ് ഓഫ് ദ സെഷൻ rheumatic fever. ഇത്രയും ആദ്യം നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യാനായിട്ട് നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് തന്നെ ഞാനിത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി MCQയിലേക്ക് പോവാം റിലേറ്റഡ് ടു rheumatic fever. All of the following are true about rheumatic fever except എല്ലാം കറക്റ്റ് ആണ്, ഏത് മാത്രമല്ല? ദാറ്റ് ഈസ് നമുക്ക് നോക്കാം, ഞാനിവിടെ റെഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ദ ആൻസർ. അഫക്ട് ചിൽഡ്രൻ ബിറ്റ്വീൻ 5 to 15 years. Arthritis is migratory type. Arthritis is polyarticular. Then arthritis stays
for more than 6 months. Okay, അത് മാത്രം അല്ലേ, that is following are true about rheumatic fever except ഇത് മാത്രമല്ല ബാക്കിയെല്ലാം true ആണ്. Then which among the following is not a major component of modified Jones criteria? So that's based on the modified Jones criteria. ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിറ്റിസ് ആണോ, കൊറിയ ആണോ, subcutaneous nodules, then positive rapid antigen test. So this is what the answer for that. Then which among the following is the least common finding in rheumatic carditis? ഏതാണ്, mitral valvulitis ആണോ, aortic valvulitis ആണോ, then myocarditis, pericarditis. The answer is pericarditis. Rheumatic fever is caused by which of the following bacteria? So we already know that Streptococcus. ഏതാണ്, group A Streptococcus ആണ് ഏത് cause ചെയ്യുന്നത്, rheumatic fever cause ചെയ്യുന്നത്. The drug of choice for rheumatic fever prophylaxis in penicillin allergic patient. Penicillin allergic ആയിട്ടുള്ള പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ്, ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എറിത്രോമൈസിൻ ആണ്. ഓക്കെ, എറിത്രോമൈസിൻ ആണ്. ബാക്കിയുള്ള ആന്റിബയോട്ടിക്സ് എല്ലാം കൊടുക്കുന്നത് എറിത്രോമൈസിൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ MCQ സെഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എപ്പോഴും പറയാറുള്ളതാണ്, നോട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുക. ഇതൊന്നും കൂടെ കണ്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, അത് സൂക്ഷിച്ച് വയ്ക്കുക. എക്സാമിന് നിങ്ങൾക്ക് അതൊന്ന് വായിച്ചാൽ മാത്രം മതിയാവും, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ സെഷൻ.